ഹലോ ഗൈസ്, അങ്ങനെ കുറെ നാളിന് ശേഷം ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ 40 ഡിഗ്രി ചൂടിലാട്ടോ ഞാനീ നിൽക്കണേ. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഷാർജ അൽ നബ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഞാനിവിടെ UAE വന്നിട്ട് ഏകദേശം 7 വർഷം കഴിഞ്ഞ് 8 വർഷത്തോളമായി. അപ്പൊ എനിക്കിവിടെ കുറച്ച് സ്ഥലങ്ങളാണ് ശരിക്കും പരിചയമുള്ളൂ. അപ്പൊ ഞാനിവിടെ കൂടുതൽ കണ്ടേക്കുന്നതും എപ്പോഴും പോണതുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ ഒന്ന് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താം എന്നാണ് വിചാരിച്ചാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. പുറകിൽ കാണുന്നതാണ് അൽ നസ്രിയ സിറ്റി സെന്റർ. ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടപ്പുറത്തുള്ള സിറ്റി സെന്റർ ആണ്. അതായത് ഷാർജ അൽ നസ്രിയ ഫയർ സ്റ്റേഷൻ റൗണ്ട് ബോട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഒരു കുഞ്ഞു സിറ്റി സെന്റർ ആണ്. ഇനി ഇതിന്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കയറി വരുമ്പോൾ തന്നെ 2 സൈഡിലായിട്ട് ഒരു ATM കൗണ്ടർ ഉണ്ട്. ഒരു സൈഡിൽ എമിറേറ്റ്സ് NBD, ഒരു സൈഡിൽ ADCB. ഇത് ഒരിക്കലും ഒഴിഞ്ഞു കിടക്കണം കണ്ടിട്ടില്ല, എപ്പോഴും ഇവിടെ ആളുണ്ട്. ഈ 40 ഡിഗ്രി ചൂടിന്ന് ഈ AC-യുടെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ പെന്തപ്പോലോ. അത് കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് മാക്ഡൊണാൾഡ്സിന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇതിപ്പോ റിനോവേഷന് വേണ്ടി ക്ലോസ് ചെയ്തിട്ടേക്കാണ്. ഞാനിവിടെ വന്ന സമയത്ത് 1 ദിർഹംസിന് ഇവിടെ നിന്ന് ഐസ്ക്രീം കിട്ടുമായിരുന്നു. ഇപ്പൊ അത് 2 ദിർഹംസ് ആയി. ഒരു 800 ഫാർമസി ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇവിടെ ഒരു പിസ്സ ഷോപ്പ് ഉണ്ട്, ദ പിസ്സ കമ്പനി. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു SBS-ന്റെ ഒരു ഗാർമെന്റ്സിന്റെ ഒക്കെ ഒരു ഷോപ്പ് ഉണ്ട്. ഇവിടെ 25%, 50% ഒക്കെ ഓഫ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ തുണിക്കടയുടെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ, ഫൺ ബ്ലോക്ക്. ഓർഡർ കയറി വരുമ്പോ തന്നെ ഇവിടെ കുറെ റൈഡുകളൊക്കെ ഉണ്ട്. കണ്ടോ, പിന്നെ ബൈക്ക് റൈഡ്, നമ്മുടെ മാജിക് പ്ലാന്റിലൊക്കെ കാണുന്ന പോലത്തെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഇങ്ങനത്തെ കുറെ ഗെയിംസ് ഇവിടെ ഉണ്ട്. ഇതിന്റെയൊക്കെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, അറിയാവുന്നവര് കമന്റ് ചെയ്യണേ. ഇതാണ് ഇതിന്റെ ചാർജസ്, ഇവിടെ കയറാനുള്ള എൻട്രി ചാർജസ്. UAE ഒരു മിക്ക സ്ഥലത്തും കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ വെൻഡിങ് മെഷീൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പൈസ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെലക്ടഡ് ഐറ്റംസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്ത് എടുത്ത് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇവിടെ ഒരു കോഫി മെഷീനും കൂടി ഉണ്ട്. ഏത് കോഫി വേണോ അത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ സെലക്ട് ചെയ്യാം. നമ്മൾ ഈ നടന്നു വന്ന വഴിയിലായിട്ട് കുഞ്ഞു കുഞ്ഞു ഔട്ട്ലെറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഇതുപോലെ മൊബൈലിന്റെ ഔട്ട്ലെറ്റ്, അതിന്റെ അപ്പുറത്തായിട്ട് എത്തിസലാത്തിന്റെ ഔട്ട്ലെറ്റ്. ഇവിടെയുള്ള എല്ലാ ആളുകളിലും പൊതുവായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്തറിന്റെ ഷോപ്പുകൾ ഉണ്ടാവും. ഇതുപോലെ വഴിയിലായിട്ട് നമുക്ക് ഇതുപോലെ പെർഫ്യൂമിന്റെ ഒക്കെ ഔട്ട്ലെറ്റ് ഉണ്ടാവും. നല്ല മണം, നൈസ് സ്മെൽ. How much for this? 190. 190. Discount 90. 90? Discount 60%. Okay. Price 180. Okay. Discount 60%. 80. ഇത് കോക്കനട്ട് സെന്റ് കളക്ഷൻ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. ഇതിന് 118 ദിർഹംസ് ആണ് വില. ഇതിന് 60% ഡിസ്കൗണ്ട് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് 100 ദിർഹംസിന് കിട്ടും. ഓക്കെ, യുവർ നെയിം? Which is the most expensive perfume? Which is the most 600. 600 dirham? 600 dirham. 680. Discount ഓക്കെ ഓക്കെ. 60%. നാട്ടിലെ ഒരു 13,000 രൂപ വില തന്നെ പെർഫ്യൂം ആട്ടോ ഇത്. ഇതിന്റെ പേരെന്താ? മുവൂദ് അദ്യാൻ. നിങ്ങളുടെ കയറി വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു കാരിഫോർ ഉണ്ട്. ഇവിടെ കാരിഫോറിൽ അറിയാലോ, പൊതുവെ എല്ലാ സൂപ്പർ മാർക്കറ്റിനെ അപേക്ഷിച്ച് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. എന്നാലും അതായിട്ട് കമ്പയർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നല്ല സാധനങ്ങളായിരിക്കും ഇവിടെ കിട്ടുന്നത്. ഫിഷും മീറ്റും എല്ലാം ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ അൽ നസ്രിയ സിറ്റി സെന്റർ. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട്, ഫ്രീ പാർക്കിംഗ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്തൊരു വീഡിയോയിലായിട്ട് കാണുന്നവരെ ബൈ.